ആഹാ, നേരം വെളുത്തിട്ടും പൂപ്പി ഉണർന്നിട്ടില്ലല്ലോ. ഇതെന്നാ ഉറക്കമാ നീ ഇവനീ ഉറങ്ങുന്നത്? ഇതെന്താണാ കലപില ശബ്ദം? എന്താ? ആരാ? എന്താ ഈ ശബ്ദം? ഉറങ്ങാനും സമ്മതിക്കില്ല. ശബ്ദം എന്താന്ന് അന്വേഷിക്കാൻ പോവാണ് പൂപ്പി. പൂപ്പി നോക്കുമ്പോ കോഴി ആന്റിയാണ് ശബ്ദമുണ്ടാക്കുന്നത്. എന്തു പറ്റിയാവോ? എന്താ കോഴിയാണ്ടി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നേ? അയ്യോ, പോയേ പോയേ, കൊണ്ടുപോയേ കൊണ്ടുപോയേ. എന്തുകൊണ്ട് പോയി? അയ്യോ, ഞാൻ അടയിരുന്ന മുട്ട എടുത്തുകൊണ്ട് പോയേ. നാളെ മുട്ട വിരിഞ്ഞു കുഞ്ഞു വരാനുള്ളതാരുന്നേ. ആര് കൊണ്ടുപോയി മുട്ട? ഒരു കാക്ക, ഒരു ദുഷ്ടകാക്ക പറന്നു വന്നു എടുത്തോണ്ട് പോയി എന്റെ മുട്ട. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയേ. അയ്യോ, കോഴിയാണ്ടി പേടിക്കണ്ട, ഞാൻ പോയി മുട്ട തിരിച്ചു മേടിക്കാം. അത് പറന്നു പോയില്ലേ? ഇനി എവിടെ പോയി കണ്ടുപിടിക്കും പൂപ്പിനി? അതിനല്ലേ കോഴിയാണ്ടി എന്റെ മൂക്ക്. ഞങ്ങൾ നായ്ക്കൾ മണത്തു പിന്തുടരുമാരി. എന്നാ എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടുപിടിച്ചതാ പൂപ്പി. പൂപ്പി കോഴിക്കൂട്ടിൽ നിന്നും കാക്കയുടെ മണം പിടിച്ചു. കാക്ക മരത്തിന് മുകളിലാണുണ്ടാവുക. എനിക്ക് മരം കയറാൻ അറിയില്ലല്ലോ. കാത്തുപൂച്ചയ്ക്ക് മരം കയറാൻ പറ്റും. പക്ഷേ ഞാൻ എന്തേലും ചോദിക്കുമ്പോ അവൾക്ക് വലിയ ജാടയാ. ഒന്നും പറ്റില്ല എന്ന് പറയും. എന്തായാലും ആവശ്യം നമ്മുടെയായി പോയില്ലേ. കാത്തൂനെ പോയി കണ്ടു നോക്കാം. എന്താ? അങ്ങനെ കാത്തുപൂച്ചയെ കാണാൻ പൂപ്പി അവരുടെ യജമാനന്റെ വീട്ടിനുള്ളിലേക്ക് പോയി. കാത്തു 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 കാത്തു, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാൻ വന്നതാ. എന്തുവാ? കോഴിയാണ്ടിയുടെ മുട്ട ഒരു കാക്ക എടുത്തോണ്ട് പോയി. നാളെ മുട്ട വിരിഞ്ഞു കുഞ്ഞു പുറത്തു വരാനുള്ളതാ. അതെയോ? ഞാൻ കാക്കയെ തപ്പിപ്പോകുവാ. മണം കിട്ടിയിട്ടുണ്ട്. പോയിക്കോ. അല്ല കാത്തു, എനിക്ക് മരം കയറാൻ അറിയില്ല. നീ എന്റെ കൂടെ വരുമോ? ഞാനോ? എനിക്കൊന്നും പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് കാത്തു. ഞങ്ങൾ പൂച്ചകൾ ഇങ്ങനത്തെ പണിക്കൊന്നും പോയില്ല. ഫുഡ് കഴിഞ്ഞാ സോഫയിലിരുന്ന് കാല് നക്കി വൃത്തിയാക്കും. ബാക്കി സമയം ഉറങ്ങും. പാവ കോഴിയാണ്ടിയുടെ കുഞ്ഞല്ലേ. ഞങ്ങൾ പൂച്ചകൾക്ക് സെന്റിമെന്റ്സ് ഇല്ല. ഒന്ന് വാ കാത്തു, നീ സഹായിച്ചാൽ ഞാൻ എന്ത് വേണേലും തരാം. ഓ, അങ്ങനെയോ? എന്ത് വേണേലും? എന്ത് വേണേലും ചോദിച്ചോ, തരാം. ഡെയിലി യജമാനൻ നിനക്ക് തരുന്ന ഫുഡിന്റെ പകുതി എനിക്ക് തരണം. സമ്മതമാണോ? തരാം കാത്തു, തരാം തരാം. ശരി, എന്നാ ഞാൻ വരാം. അങ്ങനെ കാക്കയുടെ മണം പിന്തുടർന്ന് പൂപ്പിയും കാത്തുവും നടക്കാൻ തുടങ്ങി. നാടും മേടും കടന്ന് നടന്നു പോവാണ് രണ്ടുപേരും. അതെ, ഇത് വല്ലോ നടക്കോ? കൊറേ ദൂരായല്ലോ. ഇതിലെ തന്നെയാ കാത്തു ആ കാക്ക വന്നത്. ഞങ്ങൾ നായ്ക്കല്ല മനം പിടിച്ചുള്ള അന്വേഷണം തെറ്റാറില്ല. കണ്ടറിയാം. എനിക്ക് ഉറപ്പാ കാത്തു, ആ കാക്ക ഈ പരിസരത്ത് എവിടെയോ ആണ്. എന്നാ കണ്ടുപിടി വേഗം. നേരം കൊറേ ആയില്ലേ, എനിക്ക് വിശക്കുന്നു. അയ്യോ, ഇവിടെ തിന്നാനൊന്നും ഇല്ലല്ലോ. എന്ത് ചെയ്യും കാത്തു? ഇനി എന്തു ചെയ്യും? വിഷമിച്ചു നിന്ന പൂപ്പി നോക്കുമ്പോഴുണ്ട്, അയ്യടാ, നിറയെ മാമ്പഴമുള്ള ഒരു മാവ്. പൂപ്പിയും കാത്തുവും പിന്നെ താമസിച്ചില്ല. മാവിന്റെ അടിയിലേക്ക് ഓടി അവർ. ഹായ്, നോക്ക് കാത്തു, നല്ല ചക്കര എന്തവിടെ? അയ്യോ, ഒന്നുമില്ല. വിശന്നപ്പോ ഒരു മാങ്ങാ പറിച്ചു തിന്നാൻ വന്നതാ. ചേട്ടനാരാ? ഞാൻ അണ്ണൻ. ഈ നാട്ടിലെ അണ്ണാന്മാരുടെ അണ്ണനാണ് ഞാൻ. എന്റെ വീടാണ് ഈ മാവ്. എന്നിട്ട്
ചേട്ടനെന്നാ പുറത്തു നിൽക്കുന്നേ? ഒന്നും പറയണ്ട. മരത്തിൽ കയറാൻ പറ്റണ്ടേ? എന്തായി മാവിൽ കയറാൻ പറ്റാതുള്ള പ്രശ്നം? എന്താന്നോ, എവിടുന്നോ വന്ന ഒരു കാക്ക ഇതിൽ കൂടുവച്ചേക്കുക. ഒരു പക്ഷിയല്ലേ കൂടുവച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്നാലോ, കൂടുവച്ചു കഴിഞ്ഞു ആ ദുഷ്ട കാക്ക എന്നെ മരത്തിൽ നിന്നും കൊത്തി ഓടിച്ചു. ഇപ്പൊ എനിക്ക് മരത്തേൽ കയറാൻ മേല. ആ കാക്ക വന്ന് കൊത്തും. ഓ, ഞങ്ങളിവിടെ കാക്കയെ തപ്പിയിറങ്ങിയതാ. കോഴിയാണ്ടിയുടെ മുട്ട തട്ടിയെടുത്തുകൊണ്ട് പറന്നുപോയൊരു കാക്ക. എന്ത്? അതീ കാക്ക തന്നെ. രാവിലെ ഈ കാക്ക ഒരു മുട്ടയും കൊണ്ടുവന്ന് മരത്തിൽ കയറുന്നത് ഞാൻ കണ്ടതാ. അയ്യോ, മുട്ട നാടത്തേക്ക് വിരിഞ്ഞു. കുഞ്ഞു വരാനുള്ളതാ അണ്ണാ. എങ്ങനെയാ അത് കാക്കയുടെ കൂട്ടിൽ നിന്നും എടുക്കുക? ആണോ? ആ ദുഷ്ട കാക്ക ഇപ്പൊ മരത്തിലില്ല, എവിടെയോ പോയേക്കുക. അത് വരുന്നെന്റെ മുൻപേ അതിന്റെ കൂട്ടിൽ കയറി നോക്കിയാൽ ചിലപ്പോൾ കിട്ടും. അയ്യോ, മുട്ട കൂട്ടിലൊന്നെങ്കിൽ എടുക്കണം ചേട്ടാ. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് കയറി നോക്കാം. നിങ്ങളിവിടെ 4 പാടും നോക്കണം ആ കാക്ക വരുന്നുണ്ടോ എന്ന്. മരത്തിൽ എന്നെ കണ്ടാൽ അതെന്നെ കൊത്തിക്കൊല്ലും, ഉറപ്പാ. സമ്മതിച്ചു ചേട്ടാ, ഞങ്ങൾ നോക്കാം. ചേട്ടനൊന്നും വേഗം കേറി നോക്ക്. ഓക്കേ, എന്നാ ഞാൻ കയറി നോക്കാം. ഉണ്ടാവോ എന്തോ? ഉണ്ടായാ മതിയായിരുന്നു. ഉണ്ടുണ്ട്, മുട്ട ഇതാ കൂട്ടിൽ തന്നെ ഉണ്ട്. കാക്ക തിന്നില്ല ഇതുവരെ. ഓ, രക്ഷപ്പെട്ടു. വേഗം എടുത്തോണ്ട് വാന്നാ. ഓ, കുടുങ്ങിയല്ലോ. അയ്യോ, ഈ കമ്പ്. എന്താ അണ്ണാ, എന്തു പറ്റി? എന്റെ കാൽ ഈ കാക്കയുടെ കൂടിനുള്ളിൽ കുടുങ്ങിപ്പോയടാ പിള്ളേരെ. അയ്യോ, കാൽ ഊരിയെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ കുടുങ്ങിക്കിടക്കുക. അയ്യോ, നീ ഒന്ന് കേറി നോക്കുമോ കാത്തു? ആ ശരി, നോക്കട്ടെ. അങ്ങനെ കാത്തു മാവിന്റെ മുകളിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതാ മുട്ടയും പിടിച്ചാണ് കാത്തുവിന്റെ വരവ്. അണ്ണന്റെ കാര്യം എന്തായോ എന്തോ. അണ്ണന്റെ കാൽ ഊരിയെടുക്കാൻ കുറേ സമയമെടുക്കും. നീ മുട്ടയുമായി നിൽക്കുന്നത് കാക്ക വന്ന് കണ്ടാൽ ആപത്താ. നീ വേഗം മുട്ടയുമായി പോയിക്കോ. അണ്ണനെ രക്ഷിച്ചിട്ട് ഞാൻ പുറകെ വരാം. പക്ഷെ കാക്ക വന്നാൽ നിങ്ങളെ ആക്രമിക്കില്ലേ കാത്തു? ഞങ്ങൾ പൂച്ചകളുടെ അടുത്ത് കാക്കയുടെ കളി നടക്കില്ല. എന്നാ ശരി കാത്തു, സൂക്ഷിക്കുമേ. അങ്ങനെ പൂപ്പി മുട്ടയുമായി തിരികെ വീട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു. കാത്തുവാണെങ്കിൽ അണ്ണനെ രക്ഷപ്പെടുത്താൻ തിരികെ മരത്തിലേക്ക് കയറിപ്പോയി. കോഴിയാണ്ടിയുടെ മുട്ട തിരിച്ചു കിട്ടിയതിൽ പൂപ്പിക്ക് സന്തോഷമുണ്ട്. എന്നാൽ കാത്തുവിനെയും അണ്ണനെയും ഓർക്കുമ്പോൾ പേടിയുമുണ്ട്. കാത്തുനെയും അണ്ണനെയും ആ കാക്ക വന്ന് കൊത്താതിരുന്നാൽ മതിയായിരുന്നു. അയ്യോ, രക്ഷിക്കണേ! അയ്യോ, കാക്ക കൊത്താൻ വരുന്നേ! എന്നെ ഒന്നും ചെയ്യല്ലേ! അയ്യോ, ഓടി വരണേ! നിക്കടാവിടെ! അയ്യോ, രക്ഷിക്കണേ! അയ്യോ, നിനക്കിനി രക്ഷയില്ല. കിട്ടിയടാ നിന്നെ. ഞാൻ അടിച്ചു മാറ്റിയ മുട്ട നീ എടുക്കുവല്ലേ? നിന്റെ കഥ ഇന്നു കഴിച്ചു. നിന്റെ കഥ ഇപ്പൊ തീർക്കും ഞാൻ. എന്നോട് അവന്റെ കളി. അപ്പിക്കാക്കേ, നിന്റെ പുറം ഞാൻ മാന്തി പൊളിക്കും ഇന്ന്. അയ്യോ വേണ്ടേ, ഞാൻ പാവാണേ. പാവമോ? തട്ടിപ്പറിച്ചും കൊത്തി ഓടിച്ചു നടക്കുന്ന ദുഷ്ട കാക്കയല്ല നീ. നിന്നെ ഞാൻ ഇന്ന് ശരിപ്പെടുത്തും. അയ്യോ വേണ്ടേ, ഞാനിനി മര്യാദക്ക് ജീവിച്ചോളാമേ. ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, പ്രോമിസ്. ഇത്തവണത്തേക്ക് വിടുന്നു. ഇനി ആവർത്തിച്ചാൽ ശരിയാക്കി കളയും. അയ്യോ, കോഴിയാണ്ടിയുടെ മുട്ട പൊട്ടിപ്പോയല്ലോ. എല്ലാം വെറുതെയായി. ദാ അങ്ങോട്ട് നോക്കടാ പൂപ്പി. അയ്യടാ, കോഴിയാണ്ടിയുടെ കുഞ്ഞു വാവ. അയ്യടാ, വാവ വരുന്ന കണ്ടോ കാത്തു? കുഞ്ഞെ, നിനക്ക് അമ്മയെ കാണണ്ടേ? വാ പോകാം നമുക്ക്. അങ്ങനെ പൂപ്പിയും കാത്തുവും കോഴിക്കുഞ്ഞും വീട്ടിലേക്ക് മടങ്ങി. കോഴിയാണ്ടിടെ മുട്ട കള്ളക്കാക്ക കട്ടോണ്ട് പോയേ. അയ്യോ പോയേ, അയ്യോ പോയേ.
പപ്പിയും കാത്തുപൂച്ചയും മുട്ട തേടി പോയേ. അയ്യോ പോയേ, അയ്യോ പോയേ. പൂപ്പി പൂപ്പി കാത്തു കാത്തു, പൂപ്പി പൂപ്പി കാത്തു കാത്തു. പൂപ്പിയും കാത്തുവും കാടിനുള്ളിൽ മുട്ട തേടി അലഞ്ഞേ. അയ്യാ മുട്ട തേടി അലഞ്ഞേ. അയ്യാ മുട്ട തേടി അലഞ്ഞേ. പൂപ്പി പൂപ്പി കാത്തു കാത്തു, പൂപ്പി പൂപ്പി കാത്തു കാത്തു, പൂപ്പി പൂപ്പി കാത്തു കാത്തു. പൂപ്പിയുടെയും കാത്തൂന്റെയും പുത്തൻ പുതിയ വീഡിയോസ് ഇനിയും കുറേ വരുന്നുണ്ടേ ഈ ചാനലിൽ. അതെല്ലാം കാണാൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.